എമ്പുരാന് ടോട്ടൽ വേൾഡ് വൈഡിൽ നിന്നും എത്ര കിട്ടിയെന്ന് നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇന്നേ ദിവസം പുറത്തിറങ്ങി. 250 കോടിക്ക് മുകളിൽ, അതും 11 ദിവസം കൊണ്ട്. ഇൻഡസ്ട്രി ഹിറ്റിന്റെ മറ്റൊരു ആഘോഷം നടത്തുകയാണ് എമ്പുരാന്റെ ടീം അംഗങ്ങൾ. എമ്പുരാൻ അങ്ങനെ തിയേറ്ററുകളിൽ വിസ്മയം തീർത്തുകൊണ്ട് ഇന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കേരളത്തിൽ ഈ ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നത്. 3 കോടിക്കടുത്ത് 11ാം ദിവസവും എമ്പുരാൻ വലിയ കളക്ഷൻ ഉണ്ടാക്കുന്നു എന്നത് കാണുമ്പോൾ അത്ഭുതമാണ്. ഈ അത്ഭുതം ഇങ്ങനെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ തന്നെ തുടരും എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു. മോഹൻലാലിന്റേതായി ഇനി വരാൻ പോകുന്നത് തുടരും എന്ന ഒരു ചെറിയ ചിത്രമാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാന്റെ വലിയ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും. സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായി എത്തുന്ന മോഹൻലാലിന്റെ വേഷപ്പകർച്ചയാണ് ചിത്രത്തിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നത്. വെറും ഒരു ഫീൽ ഗുഡ് ചിത്രം മാത്രമല്ല തുടരും എന്ന പ്രതീതി ഉണർത്തി പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ തരുൺമൂർത്തിയുടെ പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ബാക്ക് ടു തുടരും മൂഡ് എന്ന അടിക്കുറിപ്പോടെ സംവിധായകൻ പങ്കുവച്ച ചിത്രം വീണ്ടും സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി. സംവിധായകൻ തരുൺമൂർത്തിയും ചിത്രത്തിന്റെ ഛായാഗ്രഹൻ ഷാജികുമാറുമാണ് ഫോട്ടോയിൽ ഉള്ളത്. രസകരമായ കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ, തുടങ്ങേണ്ട നമുക്ക്, ഞങ്ങളും തുടരും മൂഡ് ആയി, അണ്ണ ഈ മാസം എല്ലാം സെറ്റല്ലേ എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമന്റുകൾ. ഈ ഒരു ഫോട്ടോ പങ്കുവച്ചപ്പോഴാണ് തുടരും എന്ന ചിത്രത്തിന്റെ മോഹൻലാലുമായി ചേർന്നുള്ള ഒരു ഷൂട്ട് നടക്കുന്ന വിവരം നമ്മൾ അറിയുന്നത്. തുടരും എന്ന ചിത്രത്തിന്റെ പ്രമോ ഗാനം ഷൂട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ ഗെറ്റപ്പിലേക്ക് മോഹൻലാൽ മാറിയ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ പങ്കുവച്ചിട്ടുമുണ്ട്. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. വേൽമുരുക ടൈപ്പിലുള്ള ഒരു ഗാനം ഉണ്ടാകുമെന്ന് MG ശ്രീകുമാർ തുടരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. മുരുക ഭക്തനായ ഷൺമുഖന്റെ മുരുകൻ കടന്നു വരുന്ന രീതിയിലുള്ള ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ട് എന്ന് ജേക്സ് ബുജോയ് പറയുന്നു. അതുപോലെയൊന്നല്ല, എന്നാൽ മികച്ച രീതിയിലുള്ള ഒരു ഗാനം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പ്രമോ ഷൂട്ടിനാണ് മോഹൻലാൽ ഇന്നേ ദിവസം എത്തിയതും. ഇത് സിനിമയിൽ കാണില്ല എന്നാണ് നേരത്തെ തന്നെ പറഞ്ഞത്. എന്തായാലും പ്രേക്ഷകർക്ക് ഒരു ഗംഭീര ട്രീറ്റ് തന്നെ മോഹൻലാൽ നൽകാൻ പോകുന്നുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയത് മുതൽ സിനിമയുടെ സ്വഭാവം സംബന്ധിച്ചുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ സജീവമാണ്. എന്താ മോനെ മൂഡ് എന്ന ചോദ്യത്തിനൊപ്പം മുണ്ടും ഷർട്ടും ധരിച്ച് വള്ളിച്ചെരുപ്പുമിട്ട് സ്പ്ലെൻഡറിൽ പറക്കുന്ന മോഹൻലാലിന്റെ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്താ മോനെ മൂഡ് എന്ന ചോദ്യത്തിന് ഇത് തുടരും മൂഡ് എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ ഉത്തരം. ഇതിന്റെ തുടർച്ചയായി വേറെയും പോസ്റ്ററുകൾ പുറത്തിറക്കിയിരുന്നു. വിന്റേജ് മോഹൻലാലിന്റെ രസികൻ ഭാവപകർച്ചകളായിരുന്നു എല്ലാ പോസ്റ്ററുകളുടെയും ആകർഷണം. മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തുടരുമെന്ന ചിത്രം ഒരു പ്രത്യേക ആകർഷണമുണ്ട്. കാരണം പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന ഒരു മോഹൻലാലാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഒരു അഭിനയ വേഷപ്പകർച്ചയൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതുവരെ വന്ന അപ്ഡേറ്റുകൾ ഇതൊക്കെ തന്നെയാണ് സൂചിപ്പിച്ചത്. അതുപോലെ മോഹൻലാൽ ചെറിയ റിസ്കുകളൊക്കെ എടുത്ത് അഭിനയിച്ച ചിത്രം കൂടിയാണ് തുടരും എന്നും പറയുകയാണ്. ഷൂട്ടിങ്ങിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഛായാഗ്രഹൻ ഷാജികുമാർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിത്രത്തിനായി കടുത്ത പനിക്കിടയിലും ഷൂട്ടിംഗ് മുടക്കം വരാതെ മോഹൻലാൽ 6-7 ദിവസം മഴയത്തുള്ള സീനുകൾ പൂർത്തിയാക്കിയെന്ന് ഷാജികുമാർ പറയുന്നുണ്ട്. ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഷൺമുഖൻ എവിടെ വരെ പോകാം, ഏതാണ് അതിന്റെ അതിർവരമ്പ് എന്നൊക്കെയുള്ളത് മോഹൻലാൽ സാറിന് വ്യക്തമായി അറിയാം. എന്തായാലും അദ്ദേഹം പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല. സാറിന് കടുത്ത പനിയായി ഇരുന്ന സമയത്ത് തുടർച്ചയായി 6-7 ദിവസം മഴയത്തുള്ള ഷൂട്ട് ആയിരുന്നു. മറ്റേതെങ്കിലും നടനായിരുന്നുവെങ്കിൽ പനി മാറിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞേനെ. പക്ഷേ സാർ ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടെന്ന് പറയണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളത് പ്രകടിപ്പിച്ചില്ല. കാരണം ഡേറ്റുകളുടെ പ്രശ്നമുണ്ടായിരുന്നു. അല്പം വിഷമത്തോടെ അതിന് സഹകരിച്ചു. ആ സമയത്ത് സാർ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഷൂട്ടിംഗ് നിൽക്കും. പക്ഷേ മോഹൻലാൽ സാർ കൂടെയുള്ളവരുടെ കംഫർട്ട് കൂടി കണക്കിലെടുത്താണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഷാജികുമാർ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷക ഘടകമാണ് മോഹൻലാലും ശോഭനയും. മോഹൻലാലും ശോഭനയും തമ്മിലുള്ള കെമിസ്ട്രി തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ചിത്രത്തിലേക്ക് ശോഭന എത്തിയതിനെക്കുറിച്ച് സംവിധായകൻ പറഞ്ഞ വാക്കുകളും വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു. ശോഭന ഈ സിനിമയ്ക്ക് ഓക്കെ പറയുമെന്ന് സംശയമായിരുന്നുവെന്ന് തരുൺമൂർത്തി പറഞ്ഞിരുന്നു. യാതൊരു തയ്യാറെടുപ്പുമില്ലാതെയാണ് താൻ ശോഭനയോട് കഥ പറഞ്ഞതെന്നും എന്നാൽ വളരെ പെട്ടെന്ന് ശോഭന കഥയിലേക്ക് ഇന്നായെന്നും തരുൺമൂർത്തി പറയുകയുണ്ടായി. താൻ കഥ പറഞ്ഞ അതേ സമയത്ത് ലോകേഷ് കനകരാജിന്റെ സിനിമയിലേക്ക് ശോഭനയ്ക്ക് ക്ഷണമുണ്ടായിരുന്നുവെന്നും തരുൺമൂർത്തി പറഞ്ഞിരുന്നു. എന്നാൽ അവർ തെരഞ്ഞെടുത്തത് തുടരും ആയിരുന്നുവെന്നും അതിൽ നിരാശയില്ലെന്ന് ശോഭന പറഞ്ഞെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. രജനി സാറിന്റെ പടത്തിലേക്കായിരുന്നു ശോഭനയുടെ ഓഫർ ലോകേഷ് കനകരാജിൽ നിന്നും വന്നത്. അത് മാറ്റിയിട്ടാണ് ശോഭന മോഹൻലാൽ സിനിമ തുടരുമെന്ന ചിത്രത്തിൽ എത്തുന്നതും. ഇങ്ങനെ ചില പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ട്. എന്തായാലും ബോക്സ് ഓഫീസിലെ മോഹൻലാലിന്റെ പവർ കാണിച്ചിരിക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും അതൊക്കെ വലിയ മുതൽക്കൂട്ടാകും. മോഹൻലാലിന്റെ ഗംഭീര ഹിറ്റ് എമ്പുരാനിലൂടെ സംഭവിച്ചപ്പോൾ തുടരുമെന്ന ചിത്രത്തിലും അത് പ്രതിഫലിക്കുന്നു എന്നത് ഉറപ്പു തന്നെയല്ലേ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മാസം തന്നെ തുടരുമെന്ന ചിത്രം എത്തിയേക്കാനുള്ള സാധ്യതയെക്കുറിച്ച്
ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം തിയേറ്ററുകളിൽ തുടരുമെന്ന ചിത്രം ചാർട്ട് ചെയ്തു തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ ട്രേഡ് അനലിസ്റ്റുകൾക്ക് കിട്ടിയിരിക്കുന്നു. കോഴിക്കോടിലെ കിങ് സൈസ് അപ്സരയിൽ തുടരും ചാർട്ട് നടക്കുന്നുവെന്ന വിവരങ്ങൾ അവർ പങ്കുവെക്കുകയാണ്. എമ്പുരാൻ ഇപ്പോൾ തിയേറ്ററുകളിൽ എല്ലായിടത്തും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തുടരുമെന്ന ചിത്രവും വരാൻ പോകുന്നത്. എന്നാൽ തുടരും മാത്രമല്ല, മറ്റ് ചില സിനിമകൾ കൂടി വിഷു റിലീസുകളൊക്കെയായി എത്താൻ പോകുന്നുണ്ട്. തുടരും ഈ മാസം ഏപ്രിൽ 25-ന് റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവരുടെ കണക്കൂട്ടൽ. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചിലപ്പോൾ നാളെ സംഭവിച്ചേക്കാമെന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രൊമോ ഷൂട്ടുമായി ബന്ധപ്പെട്ട തിരക്കലിലാണല്ലോ അവർ. അതും നമ്മുടെ മുന്നിലേക്ക് ഉടനെ തന്നെ എത്താനുള്ള സാധ്യതയും പറഞ്ഞു വെക്കുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴും തുടരുമെന്ന ചിത്രത്തിന് മുമ്പ് ബസൂക്ക, ആലപ്പുഴ ജിംഖാന, ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ് തുടങ്ങിയ ഗംഭീര സിനിമകൾ റിലീസാവുകയാണ്. ഇത് റിലീസാകുമ്പോൾ എങ്ങനെയാണ് തിയേറ്ററുകളൊക്കെ കിട്ടുക? കാരണം എമ്പുരാൻ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷോകളുടെ എണ്ണം കുറയും, അതൊക്കെ. പക്ഷേ എന്നാരും എമ്പുരാൻ ഒരിടത്തു നിന്നും മാറുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ റിലീസ് എന്ന് പറയുന്നത് മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക എന്ന ചിത്രമാണ്. അത് ബിഗ് തിയേറ്ററുകളിൽ എത്തുകയാണ്. ബിഗ് തിയേറ്ററുകളിലെല്ലാം എമ്പുരാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എമ്പുരാനെ മാറ്റാതെ മറ്റ് ഷോകളാണ് ബസൂക്കയ്ക്ക് കൊടുക്കുന്നത്. പല സെന്ററുകളിലും 2-3 ഷോകൾ എമ്പുരാന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഷോകളാണ് ബസൂക്കയ്ക്കും മറ്റെല്ലാ ചിത്രങ്ങൾക്കും കൊടുക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. ബസൂക്കയ്ക്ക് അങ്ങനെയാണ് ഷോകളുടെ എണ്ണം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തിയേറ്ററുകാർ പുറത്തുവിടുന്നുണ്ട്. തൃശൂർ രാഗത്തിൽ എമ്പുരാന്റെ പ്രൈം ടൈം ഷോകളുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് അവർ എത്തിയിരുന്നു. 3:45 PM-നും 7:30 PM-നും ഒക്കെയാണ് ഏപ്രിൽ 10-ന് ഷോ തുടങ്ങുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ. കാരണം ബസൂക്കയ്ക്ക് അപ്പോൾ രാഗത്തിൽ 3 ഷോ ഉണ്ട്. 9 AM-നും 12:15 PM-നും 11:15 PM-നും. അങ്ങനെയാണ് ഒരു പുതിയ ചിത്രത്തിന് പോലും ഷോകൾ വെക്കേണ്ടി വരുന്നത് എന്നുകൂടി ഓർക്കണം. കാരണം എമ്പുരാന്റെ റെസ്പോൺസ് അത്രയ്ക്ക് വലുതാണ്. അങ്ങനെ പല തിയേറ്ററുകളിലും ബസൂക്കയ്ക്കും ഷോകൾ ചാർട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും.